السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الكلام كلام الله وأحسن السنن سنن محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم. فالصالحات قانتات حافظات للغيب بما حفظ الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب يسر ولا تعسر وتمم بالخير. സത്യവിശ്വാസിമാർ, ഈ പ്രപഞ്ചത്തെ ഖാലിക്കും മാലിക്കും മുദബ്ബിറുമായിട്ടുള്ളേ ആ റബ്ബുൽ ആലമീനായിട്ടുള്ളേ അല്ലാഹു തആലരെ ಪ್ರತಿ ಓರೋ ವಿಧಿ ನಿಷೇಧത്തെ ജീവനത്തെ സർവമേഖലയിലും പാലിച്ച് ജീവിക്കൂ. ಸ್ವಂತ ನಫ್ಸರ ಮರಕಾಂಟೆ ನಾನು ഓരോരുത്തരൊട്ടിയും ഉപദേശാക്കിയിട്ടുള്ള ഈ ഒരു ഉപദേശത്തെ ഈ ഒരു നസീഹത്തെ ഞങ്ങളുടെ ജീവനത്തെ പ്രതി ഓരോ നിമിഷത്തിലും പാലിക്കുകയും അല്ലാഹു തആലരെ ഭയഭക്തിയുള്ള ദാസമാരെ കൂട്ടത്തിൽ ആയിത്തീരവും അല്ലാഹു തആല ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ನಾನು ನಿങ്ങളെ ಎದುರು ವಿವರಣೆ ಹಾಕುವ ಉದ್ದೇಶಿಸಿದ ವಿಷಯ
ഒരു പെണ്ണായവളുകു തന്റെ മാപ്പിളരൊಟ್ಟಿಗೆ എന്തെಲ್ಲ ബാധ്യತೆ ഉണ്ട്, എന്തെല്ല ഹുക്കൂക്കുണ്ട്, ആ വിഷയത്തിൽ ഞാനിങ്ങനെ എതിർലു ഇന്നത്തെ ഈ ക്ലാസ്സിൽ വിവരണാക്കുന്നു ചെന്ന് വിചാരിച്ചിര. അല്ലാഹു തആല ಇದರ നല്ല ರೂಪത്തിൽ നിങ്ങളെ എതിർലു വിവരണാക്കി തരവോ തൗഫീഖ് തരട്ടെ. ആമീൻ. ದಾಂಪತ್ಯ ಜೀವನ ചൊല്ലത് ഇത് മാപ്പിളം പെഞ്ഞയുമായിട്ടുള്ള പരസ്പര കൂടിത്തുള്ള പോലത്തെ ഒരു ജീവനായിട്ടിക്കൊരു ദാമ്പത്യ ജീവന ചൊല്ലത്. ഈ ജീവനത്തിൽ ഈ ദാമ്പത്യ ജീവനത്തിൽ ജണ്ടാല പാത്രത്തും ಇಂಪಾರ್ಟೆಂಟ್ ಆಯಿತುಲ್ಲೆ ಪ್ರಮುಖಮಾಯಿತುಲ್ಲೆ ಸ್ಥಾನമുണ്ട്. ഈ ജീവനത്തിൽ ജണ്ടാലുകും പ്രമുഖമായിത്തുല്ലെ ಯಾರ ಪ್ರಾಧಾನ್ಯತೊಟ್ಟಿಯುಲ್ಲೆ പോലത്തെ സ്ഥാനായിത്തിക്കറ് നമുക്ക് കാണാം. ഈ ജീവന ദാമ്പത്യ ജീവന ചൊല്ലത് അത് ഞങ്ങളെ ലൈഫ്രെ ഒരു ഭദ്ര ബുനാദിയായിട്ട് ഞങ്ങളെ ദുനിയാവൊരു ജീവനത്തെ ഒരു ഭദ്രമായിട്ടുള്ള ഒരു ബുനാദിയായിത്തിക്കറ് ഏത് ദാമ്പത്യ ജീവന ചൊല്ലത്. അപ്പൊ ഈ ദാമ്പത്യ ജീവനത്തില് ഒരു മാപ്പിള പെഞ്ഞി എതിർപ്പോമ്പോ മങ്ങിലായിട്ടുള്ള ഒരു ആണും പെണ്ണും അങ്ങനെ ഈ ദാമ്പത്യ ജീവന അല്ലെങ്കിൽ ഈ കുടുംബ ജീവന ചൊല്ലേ ഈ ജീവനത്തില് അങ്ങനെ ജീവനത്തെ എതിർക്കൊമ്പോ അങ്ങനെ മേല് ഒരു പെണ്ണായവളുകു ಅವಳ ಮಾಪ್ಲರೊಟ್ಟಿಗೆ ಇಸ್ಲಾಂ ಚೊಮ್ಮೆ ಬಾಧ್ಯತೆ ಚೆಂತಂಡು ಚೊಮ್ಮೆ ಹಕ್ಕರ ಪಡಿಪಾಟ್ അങ്ങലൊട്ടികളെ കർത്തവ്യത്തെ നമുക്ക് പഠിപ്പാട്ട്. അതേപോലെ ഈ ഭാഗത്തും ആനായവനുകും അവന്റെ പെഞ്ഞയിരൊട്ടിಗೆ എന്തെല്ല ഹുക്കൂക്കുണ്ട എന്തെല്ല ബാധ്യത ആ ബാധ്യതയും ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടതായിട്ട് കാണാൻ സാധ്യമല്ല. ഈ ബാധ്യത എന്തിಗಾಯ್ತಿಕ್ರಿ ഇസ്ലാമിങ്ങനെ പഠിപ്പാട്ട് എന്തിಗಾಯ್ತಿಕ್ರಿ ഈ കർത്തവ്യ ഇസ്ലാം നമുക്ക് ഇത്തരം വ്യക്തമായി പഠിപ്പാട്ടത് എന്തേ കാരണ അതായിത്തിക്രി ദാമ്പത്യ ജീവനത്തെ എതിർപ്പോനുണ്ടായെങ്കിൽ ഈ കർത്തവ്യ ഈ ബാധ്യത അത് പാലനാക്കിത്തേ തീരും. കാരണം ഇത് ഈ കർത്തവ്യ അല്ലെങ്കിൽ ഈ ഹക്ക് ചൊല്ലത് അത് ദാമ്പത്യ ജീവനത്തെ ഭദ്ര ബുനാദി ചൊല്ല. ഈ കർത്തവ്യമാ അല്ലെങ്കിൽ പെഞ്ഞയ്ക്കും മാപ്പിളരൊട്ടികളുടെ കർത്തവ്യം മാപ്പിളയ്ക്ക് പെഞ്ഞയിരൊട്ടികളുടെ കർത്തവ്യ ഇത് എവിടത്തോളം പാലനാവില്ലേ എവിടത്തോളം ഇതിനെ പാലനാക്കില്ലേ അപ്പായിത്തിക്ര് അവിടെ ആ ദാമ്പത്യ ജീവനത്തിൽ ഒടക്കു ബണ്ടത് ആ ദാമ്പത്യ ജീവനത്തിൽ കലഹ ചൊന്ത് ബണ്ടത് ആ ദാമ്പത്യ ജീവനത്തിൽ ഫസാദ് ബണ്ടത് അതിരെ ആ ദാമ്പത്യ ജീവനത്തെ അതിരെ ബുനാദിക്ക് അതിരെ ഫൗണ്ടേഷനുക്ക് അതാ അത് പന്തവ് സ്റ്റാർട്ട് ആവുന്നത്. ഇതെല്ലാം എപ്പ ഈ പെഞ്ഞി തന്റെ മാപ്പിളരൊട്ടികളെ കർത്തവ്യ ഒരു പെണ്ണായവള് തന്റെ മാപ്പിളരൊട്ടികളെ ബാധ്യത കംപ്ലീറ്റ് ആക്കാണ്ടിരിക്കുമ്പോ അതിരൊട്ടിಗೆ ആനായവನು തന്റെ പെഞ്ഞയിരൊട്ടികളെ കർത്തവ്യ ಅವನು ആ കർത്തവ്യത്തെ ആ ബാധ്യത്തെ കംപ്ലീറ്റ് ആക്കാണ്ടിരിക്കുമ്പോ അവിടെ ആയിത്തിക്ര് ആ ബുനാദി അതല്ല ആ ഫൗണ്ടേഷൻ അത് പന്തവ് സ്റ്റാർട്ട് ആവും അതില് അത് പൊട്ടവ് സ്റ്റാർട്ട് ആവും. അതുകൊണ്ടിട്ട് ഇസ്ലാം പഠിപ്പാട്ടി തന്നെ എന്തെല്ലാം കർത്തവ്യം ഉണ്ടാ ഏതെല്ലാം ബാധ്യത ഉണ്ട ഏതെല്ലാം ഹുക്കൂക്കുണ്ട അതെല്ലാത്തും പാലന ആക്രത് പാലിക്கிறது അങ്ങനെ ദാമ്പത്യ ജീവനത്തിൽ അത് കൊമണ്ടത് അത് കഡ്ഡായമായിട്ട്. എന്റെ ഈ ക്ലാസ്സില് ഞാൻ ഫസ്റ്റ് ചൊല്ല ഉദ്ദേശിക്കുന്നത് ഒരു പെണ്ണായവളുകു
തന്റെ മാപ്പിളൊട്ടിಗೆ ಎಂದ್ರೆಲ್ಲ ಕರ್ತವ್ಯ ಉಂಟು, ಎಂದ್ರೆಲ್ಲ ಬಾಧ್ಯತೆ ಉಂಟು ಚಂತ ನಾನು ಈ ಕ್ಲಾಸ್ ಸ್ಟಾರ್ಟಿಂಗ್ ನ ಚೊಲ್ಲೋಗ ಉದ್ದೇಶಿಕ എന്തേ കാരണ ചെന്നെങ്കിൽ എന്തിയായിട്ടിക്കു ನಾನು ഈ പെണ്ണ് തന്റെ മാപ്പിളൊട്ടിಗಳ കർത്തവ്യത്തെ പാലന ആക്കുന്നു. അതിന് ನಾನು ಫಸ್ಟ್ ചൊല്ലോಗುള്ള കാരണ ಇಂದು ಯಾರತ್ತೆ ದಾಂಪತ್ಯ ಜೀವನ ಇಂಡത്തെ ഈ ടെക്നോളജി യുഗത്തിലും ആൾമാർ അങ്ങനെ ഈ ചിന്തനാശക്തിയിൽ എത്ര എതിർപ്പോയിരാതെ ചെന്നെങ്കും എത്ര ഞങ്ങത ബമ്പന്മാരായിരാ ചെന്നെങ്കും സമ ದಾಂಪತ್ಯ ಜೀವನ ഇതാ ഇണ്ടങ്കന ചമ്മത്തെ ആൾമാരെ ದಾಂಪತ್ಯ ಜೀವನ ശാന്തി സമാധാനത്തിലില്ലാത്ത ജീവനായിട്ടിക്ക്. അതേപോലെ എത്ര ഒരു വർഷം 2 വർഷം 3 വർഷത്തെ നടുಲು ದಾಂಪತ್ಯ ಜೀವನ എത്ര ആൾമാരെ നല്ല കൊസില് ഒറ്റയെ കൂടിത്തില്ല ആ ದಂಪತಿമാർ പരസ്പര ಬೇರೆ ಬೇರೆ ആയിത്തീരത്. ഇതെല്ലാത്തും ഉള്ള ഒരു കാരണ എന്തേ പ്രമുഖമായിട്ടുള്ള കാരണ ഒരു പെണ്ണായവളു അവളെ മാപ്പിളൊട്ടികളുടെ ബാധ്യത പാലനാക്കാണ്ടിക്കുമ്പായിത്തിക്കറ്. ഇതുപോലെ അങ്ങനെ ആ ദമ്പതിമാർ നടുಲು പൊട്ടൽ ഉണ്ടാവുന്നത്. അല്ലാഹു തആല സൂറത്തു നിസാഇൽ 34ാമത്തെ ആയത്തില് ഞങ്ങളെ പഠിപ്പാക്കിയത് അർറിജാലു ഖവ്വാമൂന അലൻ നിസാ. അല്ലാഹു തആല നമുക്ക് സ്പഷ്ടമാക്കി തണ്ട കൊറിയ ആൾമാർ ചൊല്ലുന്നത് ഇണ്ടത്തെ ഈ കാലഘട്ടത്തില് ആണും പെണ്ണും ഒരുപോലെമേ. ആണുക്ക് എത്ര സ്ഥാനമുണ്ടാ അത്തരം സ്ഥാന പെണ്ണുകുമുണ്ട്. മാത്രമാ ഇസ്ലാം ചൊല്ലറ് നന്റെ പൽക്കല്ല അല്ലാഹു തആലരെ അതാ 1400 വർഷം ചില്ലറ വർഷം മുന്നോലകായിട്ട് അല്ലാഹു തആല അവതീർണാക്കി തന്നെ ഖുർആന്റെ ആയത്ത് സൂറത്തു നിസാ 34ാമത്തെ ആയത്ത് അർറിജാലു ഖവ്വാമൂന അലൻ നിസാ. അല്ലാഹു തആല ആണികളെ പെണ്ണുങ്ങളെ മേലെ യാർ സ്ഥാനമാനമുള്ളാക്കി തീർത്ത ആണികൾ എന്തേ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്. അല്ലാഹു തആല അൻക്ക് അങ്ങനെ ആ പരസ്പര ജീവനത്തില് അൻക്ക് അല്ലാഹു തആല ആണിക്ക് യാർ ശ്രേഷ്ഠത കൊടുത്ത. അല്ലാഹു തആല ചൊല്ലറേ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. പിന്നമാ അങ്ങനെ മേലൊരു ബാധ്യതയുണ്ട്, അങ്ങ് ചെലവാക്കണം. അങ്ങനെ സമ്പത്തിൽ നിന്ത് അങ്ങനെ സ്വത്തിൽ നിന്ത് അങ്ങ് ഖർച്ചാക്കണം. ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിദാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിദല്ലാഹ്. ഇനി സാലിഹത്തായ പെണ്ണുങ്ങൾ അങ്ങ് ഖാനിതാതുൻ അല്ലാഹുവിന്റെ ഇബാദത്ത് എടുക്കുന്ന പോലത്തെ സാലിഹത്തായ പെണ്ണുങ്ങൾ അങ്ങ് ഹാഫിദാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിദല്ലാഹ്. അല്ലാഹു തആല സംരക്ഷിക്കണു ചെന്ത ആദേശാക്കിത്തുള്ള പോലത്തെ അങ്ങനെ ഗുപ്താംഗത്തെ ആ മാപ്പിളമാരെ അദൃശ്യത്തിലും മാപ്പിളമാരില്ലാത്ത സന്ദർഭത്തിലും അങ്ങനെ ഗുപ്താംഗത്തെ അങ്ങനെ ഗുഹ്യേന്ദ്രത്തെ ആ സ്വാലിഹത്തായ പെണ്ണിനെ എപ്പം സംരക്ഷിക്കാറ്. ഇത് അല്ലാഹു തആല സൂറത്തു നിസാഇൽ 34ാമത്തെ ആയത്തിൽ നമുക്ക് പഠിപ്പാട്ടിയുള്ളത്. അപ്പൊ ഈ ആയത്തിൽ ഞങ്ങളെ പഠിപ്പാട്ടിയുള്ളത് ഒന്നാമത്തെ ഒരു വിഷയ ആനിങ്ങ പെണ്ണുങ്ങളെ മേലെ അധികാരമുള്ള ആനായവನು പെണ്ണരാಂಟಿ ಯಾರ ശ്രേഷ്ഠതല്ലവನು അമൽ സ്വാലിഹാത്തിൽ മാത്രമാ നിങ്ങൾ നബി അരിക്കണ്ട. ഏതെങ്കിലും ഒരു ആണ് അമൽ സ്വാലിഹാത്താക്കണേ അവനുക്ക് പ്രതിഫലം ഉണ്ട്. അതേപോലെ അതേ ലെവലില് ഒരു പെണ്ണായാലും അതേപോലത്തെ അമൽ ആക്കിറാളുണ്ടായെങ്കിൽ അവളുക്കും അത്തരം പ്രതിഫലം ഉണ്ട്. മാത്രമല്ല ദുനിയാവരെ ഈ ജീവനത്തില് അല്ലാഹു തആല ആനിക്ക് പെണ്ണുങ്ങളാಂಟಿ ಯಾರ സ്ഥാന കൊടുത്ര പെണ്ണുങ്ങളെ മേല് ആനിക്ക് അല്ലാഹു തആല അധികാരത്തെ കൊടുത്ര. അതല്ലേ അല്ലാഹു തആല ഈ ദുനിയാവിലു അമ്പിയാക്കന്മാരെ അല്ലാഹു തആല സെലക്ട് ആക്കുക. ഏതൊരു നബിയും പെൺമക്കൾ നിന്ത പെണ്ണുകൾ നിന്ത അല്ലാഹു തആല അമ്പിയാക്കന്മാരെ കണ്ടിട്ടില്ല. എല്ലാ അമ്പിയാക്കന്മാരും ആണിങ്ങായി തിന്നാറ്. അതേപോലെ ഏത് അധികാരം എടുപ്പാട്ടും അത് ആണിങ്ങാവും. എല്ലാ ജാഗയിലും
ജഡ്ജ്മെന്റ് കൊടുക്കറങ്ങും അത് ആനിങ്ങാവണം. എന്തേ കാരണം? എല്ലാ വിഷയത്തിലും ആനിങ്ങാവണം ചൊല്ലുള്ള കാരണം എന്തേ? രാജാക്കന്മാർ അത് ആനിങ്ങാവണം, അധികാരത്തിലുള്ള അത് ആനിങ്ങാവണം. അതേപോലെ ഈ ജഡ്ജ്മെന്റ് കൊടുക്കറങ്ങ, വിധി കൊടുക്കറങ്ങ ജഡ്ജിമാരും അത് ആനിങ്ങാവണം. പെനിങ്ങ അവർക്കത്തും പാടുള്ളതല്ല ഈ വിഷയത്തിൽ. ഇത് നന്റെ അഭിപ്രായമല്ല. ആരെങ്കിലും വിചാരിക്കുവാറ് ഇത് നന്റെ ഒരു സ്വന്തം അഭിപ്രായം ചെന്നോലെ അല്ല. ഏതൊരു വിഷയത്തിൽ മനസ്സിലാക്കുമല്ലോ ഒരു വിഷയത്തിക്ക് ഇത് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയ ഹദീസ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചൊല്ലത്, ഏതെങ്കിലും ഒരു ഖൗമരെ അമീർ, ഏതെങ്കിലും ഒരു ഖൗമരെ രാജാവ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഖൗമരെ ജഡ്ജ് അത് പെണ്ണായിട്ട് ബണ്ടാലുണ്ടായെങ്കിൽ അങ്ങനത്തെ ഖൗം വിജയിക്കില്ല, അങ്ങനത്തെ ഖൗം സക്സസ് ആവില്ല. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടിയത്. അതുകൊണ്ടിട്ട് ആനിക്ക് അല്ലാഹു തആല വലിയൊരു സ്ഥാനമാണ് ഈ ദുനിയാവിൽ കൊടുത്തത്. ಅದರೊಟ್ಟಿಗೆ ಮಾಪ್ಲೆಮಾರ್ಗೆ ಪೆಂಜೈರಾಂಟಿಯಾರ ಸ್ಥಾನ ಅದು ಮಾಪ್ಲೆಮಾರ್ಗುಂಡು ಚಂತೆ ഈ ആയത്തിൽ നിന്നക്ക് പിടിയാവറോ ആറ് നിഷേധിച്ചും സമ പെണ്ണുങ്ങളും ആണുങ്ങളും സ്ഥാനമാണ് ഒരു പോലെ ചെന്ന് ആറ് യന്ത്ര ചെന്നെങ്കും സമ ഇസ്ലാം ഞങ്ങളെ പഠിപ്പാട്ടത് ഇല്ല. ആനിക്കത് അത് അത് അതിരതായ സ്ഥാനം ആനിക്കുണ്ടു. അതുകല്ലേ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഞങ്ങളെ പഠിപ്പാട്ട് ഇത്ര സ്പഷ്ടമാക്കി പഠിപ്പാട്ടത്. ആ മാപ്ലമാർഗുള്ള സ്ഥാനത്തെ ഈ ചൊല്ലോണ്ട് ഈ ഹദീസ് ഞങ്ങൾക്ക് പിടിയാവറോ ലൗ കുന്തു ആമിറൻ അഹദൻ, ನಾನು ഈ ദുനിയാവില് ആജ്ഞ ഏതെങ്കിലും ഒരുത്തരട്ടിയ അയ്യസ്ജുദലി അഹദിൻ, ഏതെങ്കിലും ഈ ദുനിയാവിലെ അല്ലാഹുവിന്റെ മഖ്ലൂഖാത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യരെ എದುರ್ಲು സുജൂദ് ഇടോನು ചെಂತ ಆದೇಶ ಹಾಕೊಂಡು ತಿನ್ನೆಂಗೆ ಆರೊಟ್ಟಿಗೆ ನಾ ಚೊಲ್ಲಂತೆ ಅಲ್ಲಾಹುರೇ ಬುಟ್ಟುತ್ತೆ ಅಲ್ಲಾಹುರೇ ಬೇರೆ ಏതെങ്കിലും ഒരു മഖ്ലൂഖാത്തിലെ എದುർಲು സുജൂദ് ഇടಗೊlle ಆದೇಶ ಮಾತಿ ನಾನು ಆ ಕ್ರಾಂಟ್ ತಿನ್ನೆಂಗೆ ಅದು ಆರೊಟ್ಟಿಗೆ ಆವಾತೆ ಲ ಅಮರ್ತುಲ್ ಮರ್ಅತ ಅಯ್ಯಸ್ಜುದ ಲಿಜೌಜಿಹಾ ತರ ಸ್ಪಷ್ಟವಾಗಿ ನಂಗೆ പഠിപ്പാട്ടത്. ഇതായിട്ടിക്ക് ഒരു ആനായ ഉണ്ട് അല്ലെങ്കിൽ ഒരു മാപ്പിലേക്ക് അവൾ പെഞ്ഞേരെ എതിരുള്ള സ്ഥാന മാപ്പിലേക്ക് ആ വലിയൊരു സ്ഥാനത്ത് ഇസ്ലാം പഠിപ്പാട്ടത് ല അമർത്തുൽ മർഅത, ನಾನು പെണ്ണൊരൊട്ടിಗೆ ನಾನು ಆಜ್ಞಾಕಾತ ಎಂದ್ರೆ ಅಯ್ಯಸ್ಜುದ ಲಿಜೌಜಿಹಾ, ಅವಳು ಅವಳ ಮಾಪ್ಲರ ಎದುರು ಸುಜೂದಿನೋನು ಚೆಂತೆ ಮಾತ್ರಮ ನಾನು ಈ ವರ ಆದೇಶ ಕೊಡ್ಕಾಂಟಿಕ್ ಹೋಗಲ ಕಾರಣ, ನಾನು ಇಂಗಂತವ್ರ ಆಜ್ಞೆ ಕೊಡ್ಕಾಂಟಿಕ್ ಹೋಗಲ ಕಾರಣ അതായിട്ടിക്കറ് എന്തേ അള്ളാഹു അല്ലാത്തെ ഏതൊന്നര എതിർലും സുജൂദിടുന്നത് അത് ശിർക്കായി. അള്ളാഹുരെ എതിർൽ മാത്രമേ സുജൂദിടോ ഇസ്ലാം ഞങ്ങൾ പഠിപ്പാട്ടത്. അള്ളാഹു അല്ലാത്തെ കല്ലാവട്ട് മുല്ലാവട്ട് മറാവട്ട് മർച്ചങ്ങാവട്ട് ഔലിയാക്കന്മാരാവട്ട് ആറ് പേനാവട്ടെ ഞങ്ങളെ എതിർൽ സുജൂദിടോ ഇസ്ലാം ഞങ്ങളെ പഠിപ്പാട്ടേ ഇല്ല. അതായിട്ടിക്കറ് നാ ചൊന്ത് വന്നുള്ളത് ഇസ്ലാം ഞങ്ങളെ പഠിപ്പാട്ടത്, ഇസ്ലാം ഞങ്ങളെ വിഷയത്തെ പഠിപ്പാട്ടി തന്നുള്ളത് അതാ മാപ്പിളമാർഗുള്ള ആ സ്ഥാന, ആ വലിയൊരു ഗ്രേഡ്. ഇത് പെണ്ണായോലോ ഒരു പെഞ്ഞയായോലോ അവൾ മനസ്സിലാക്കി വയ്ക്കണു. ഇതുപോലത്തെ ഹദീസിലെ അതേപോലെ നാച്ചൊന്ന് പറഞ്ഞ ആ ആയത്ത് എതിർൽ വെച്ചിട്ടായിട്ടിക്കണു ഒരു പെണ്ണായോലു എന്റെ മാപ്പിളരൊട്ടിಗೆ പെരുമാറുള്ളത്. ഇതേപോലെ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണായവലുകു പെഞ്ഞയ്ക്ക് തന്റെ മാപ്പിളര മേലൊരു ബാധ്യത വേറൊരു ഹദീസ് നമുക്ക് ഇങ്ങനെ ആയിട്ട് വിവരണാക്കുന്നത്. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു പെണ്ണായവലു അവളെ 5 വക്ത് നിസ്കാരം നിസ്കരിക്കാൽ, വസാമത് ഷഹ്റഹ ഒരു തിങ്കളത്തെ റമദാൻ തിങ്കളത്തെ നോമ്പും പിടിക്കാല്, വഹസുനത് ഫർജഹ ഇനി പിന്നെ അവളെ ഗുപ്താംഗത്തെ അവളെ ഗുഹ്യേന്ദ്രത്തെ അവള് സംരക്ഷിക്കാല്, വഅതാഅത് ബഅലഹ
അവളെ മാപ്പിളരെ അവൾ അനുസരിക്കാലുണ്ടായെങ്കിൽ ദഖലത് അവൾ പ്രവേശിക്കുക അർഹത ഉള്ള പെണ്ണായിട്ടില്ല. എന്ದ್ರೆ മിൻ അയ്യ അബ്വാബിൽ ജന്ന ഷാഅത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലത് സ്വർഗത്തെ ബായിൽ ഏത് ബായിൽ അവൾ പ്രവേശിക്കുക ആഗ്രഹിക്കാല, ഏത് ബായിൽ അവൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു ചെന്ന് ഉദ്ദേശിക്കാല, ആ ബായിൽ പ്രവേശിക്കുക അർഹത ഉള്ള പോലത്തെ പെണ്ണായിട്ടിക്കാൽ അവളു. നിങ്ങൾ നോക്കൂ, ഈ ഹദീസില് അല്ലാഹുരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ ചിലര് ഒരു പെണ്ണായവള് 5 വക്ത് നിസ്കരിക്കുന്നു. 2 ഒരു തിങ്കളത്തെ നോമ്പ്. 3 അവളെ ഗുപ്താംഗത്തെ അവൾ സംരക്ഷിക്കേ. 4 അവളെ മാപ്പിളരെ അവൾ അനുസരിക്കേ. ഇങ്ങനെ അവൾ ആക്കിയാലുണ്ടെ സ്വർഗത്തെ ഏത് ബായിലും പ്രവേശിക്കാം. പെണ്ണുങ്ങളിട്ട് ഇത്തര വിഷയം മാത്രം പഠിപ്പാട്ട്, ആണികളിട്ട് ഇത്തരല്ല, ആണികളിട്ട് എന്തുള്ള വിഷയമുണ്ട്. ആണികളിട്ട് ചൊമ്മ വിഷയാക്കിയാൽ മാത്രം നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമില്ല ചെന്ന് പഠിപ്പാട്ടുമ്പോ പെണ്ണുങ്ങളോട് ചൊല്ലത് ഇങ്ങനത്തെ കുറേ വിഷയത്തെ നിങ്ങൾ അനുസരിച്ച് ജീവനം. ഇത് നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുക തെരുവായിത്തിക്കറി ചെന്ന് ഇസ്ലാം പഠിപ്പാട്ടിട്ടുണ്ട് പെണ്ണുങ്ങളിട്ടിയെ അല്ലെ. ഇണ്ടത്തെ അവസ്ഥ എങ്ങനെ മാപ്പിള ഇല്ലെങ്കിൽ അതാ കൊറിയ പെണ്ണുങ്ങ അങ്ങനെ ഗുഹ്യേന്ദ്രിയത്തെ അങ്ങനെ ഗുപ്താംഗത്തെ അന്യ ആണികളിട്ടിയ ഉപയോഗാക്ക. ആ അമാനത്തിന് തന്റെ മാപ്പിളക്ക് മാത്രം കൊടുക്കുക ആ അമാനത്തിന് അതിൽ ഖിയാനത്ത് കാട്ട, അതിൽ മാപ്പിളക്ക് വഞ്ചന കാട്ടുന്ന പോലത്തെ പെണ്ണുങ്ങ ആ പെണ്ണിക്ക് ഈ സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമാണ്. ഇസ്ലാം ചിലരില്ല പ്രവേശിക്കില്ല. എന്ത് മാപ്പിള ഇല്ലാത്ത പോലത്തെ ആ നിമിഷത്തില് മാപ്പിളരെ ആ ഗൈബിയായിട്ടുള്ള ആ സന്ദർഭത്തില് പെണ്ണായാലും പെഞ്ഞയായാലും അവളെ ഗുപ്താംഗത്തെ ആ ഒരു ചെറിയൊരു നിമിഷത്തുകായിട്ട് അവർ ആസ്വാദനകായിട്ട് ഏതെങ്കിലും ഒരു അന്യ ആണുകെട്ടിക പോയാലുണ്ടെങ്കിൽ അവള് സ്വർഗത്തിൽ പ്രവേശിക്കുക അർഹത്തുള്ള പെണ്ണല്ല. അവൾക്ക് നരകായി തിക്കർ കാത്തു വെച്ചിട്ടുള്ളത്. മാപ്പിളക്ക് പിടിയില്ലെങ്കും സമ മാപ്പിള തന്റെ ആ അമാനത്തെ അവനു ആ ഓൽനന്റെ ആ അമാനത്തെ കാത്തു രക്ഷിക്കാൽ ചെന്ന് അവന് വിചാരിച്ചിട്ട് മാപ്പിള പെണ്ണിറ മേൽ എത്ര പിരിസ കാട്ടി തിന്നെങ്കും സമ അവള് ഖിയാനത്ത് കാട്ടുന്നുണ്ട്, അവൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഇസ്ലാം ഞങ്ങളെ പഠിപ്പാട്ടി തന്നുള്ളത് ഇത്. ഇസ്ലാം ഞങ്ങളെ ഈ ഹദീസിൽ പഠിപ്പാട്ടത് ഒരു മാപ്പിളരെ അനുസരിക്കുല്ലേ ഒരു ഭാഗമായിട്ട് പഠിപ്പാട്ടി തന്നുള്ളത്. എന്തെ മാപ്പിളരെ അനുസരണ മാത്രമേ അവളെ സ്വർഗത്തിൽ എത്തുപാട്ട്. മാപ്പിളരെ അനുസരണ ഇല്ല, എന്ത് നിസ്കാരം എന്ത് നോമ്പും ഇന്നെങ്കും സമ അല്ലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ തുടക്കത്തിൽ ചെന്നത് നിസ്കാരത്തെ മാത്രം നിസ്കാരം മാത്രമേ അവളെ സ്വർഗത്തിലാക്കരാ ഇല്ല. നോമ്പ് നിസ്കാരം നിസ്കരിച്ചാല് റമദാൻ തിങ്കളത്തെ ഒരു തിങ്കളത്തെ നോമ്പും അവൾ പിടിച്ചാല് മയ്യാവുൽ സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമാ ഇല്ല. ഇത് ജണ്ടുകൊണ്ട് അവൾ സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ഇനിയാ അവൾക്ക് മങ്ങിലായിരുണ്ടെങ്കിൽ അവള് മാപ്പിളരെ അനുസരിച്ചെങ്കിൽ മാത്രമേ അവള് സ്വർഗത്തെ അവകാശിയാവരെ. ഇനിയും നീ നോക്കൂ, ഇദ്രാൻറ്റിയാറ കഠിനമായി ഇദ്രാൻറ്റിയാറ സ്ട്രോങ്ങില് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പിളരെ അനുസരിക്കരുത്. ആ അനുസരണ വിഷയത്തില് വ്യക്തമാക്കി തന്റെ ഇനിയൊരു ഹദീസ് നോക്കുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് ഉരീതുന്ന നക്ക് നരകത്തെ കാട്ടപ്പെട്ടു. ഫലം അറ മൻദറൻ അങ്ങനത്തെ ആ ഒരു ദൃശ്യത്തെ ഞാൻ നോക്കിയിട്ടില്ല. കൽ യൗമി ഖബ്തുൻ ആ അണ്ടത്തെ നാൾ ഞാൻ കണ്ടതുപോലെ അങ്ങനത്തെ ആ നരകത്തെ ആ ദൃശ്യം ഞാൻ ഇതുങ്ങോ നോക്കിത്തിക്കല്ലേ. അങ്ങനത്തെ ദൃശ്യമായിട്ടിക്കണ കണ്ടത് അഖ്ത അല്ലെ അഫ്ദ കഠിനമായിട്ടുള്ള ആ നരകത്തൊരു അവസ്ഥ, വെറും നികൃഷ്ടമായിട്ടുള്ള ഒരു ആ അവസ്ഥ ആയിട്ടിക്കറ്. ഞാന്
നരകത്തെ ദൃശ്യത്തെ കണ്ടത്. വറഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ. ആ സന്ദർഭത്തില് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത്, ഞാൻ ആ നരകത്തിൽ കണ്ടേ, ആ നരകത്തിൽ ചെമ്മത്തെ ആൾമാരാണ് ആരെ കണ്ടത്? അക്സറ അഹ്ലിഹാ അന്നിസാ. ചെമ്മത്തെ പെണ്ണുങ്ങളായിട്ടിരിക്കുന്ന കണ്ടത്. ചെമ്മത്തെ പെണ്ണുങ്ങളെ ഞാൻ നരകത്തിൽ കണ്ടേ. ഖാലു, ആ സന്ദർഭത്തില് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിಗೆ സ്വഹാബിമാർ കേൾക്കാറ്, ബിമ യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടായിട്ട് നബിയെ ചമ്മത്തെ പെണ്ണുങ്ങൾ നരകത്ത് പോയത്? എന്ത് കാരണം വെച്ചിട്ടായിരിക്കും ഈ പെണ്ണുങ്ങൾ എല്ലാവരും നരകത്ത് അവകാശമാരായിത്തീർന്നത്? ചെന്ത് കേട്ടപ്പ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത്, ഖാല ബികുഫ്രിഹിന്ന, അങ്ങനെ നിഷേധ കാരണം, അങ്ങനെ കുഫ്ർ കാരണത്തിലായി അങ്ങ് നരകത്ത് പോയി തെറ്റിയത്. ഖീല യക്ഫുർന ബില്ലാ, എന്തേ അങ്ങ് അള്ളാഹുരെ മേല നിഷേധാക്കിയത്? സ്വഹാബത്ര ക്വസ്റ്റ്യൻ, അങ്ങെന്തേ സത്യത്തെ നിഷേധാക്കിയമാ, അള്ളാഹുരെ നിഷേധാക്കിയമാ, അള്ളാഹുരൊട്ടി അങ്ങ് കുഫ്രാക്കിയമാ? ചെന്ത് കേട്ടപ്പ ആ സന്ദർഭത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് കൊടുക്കുന്ന ഉത്തര ഖാല അല്ല. ഏത് അങ്ങ് അള്ളാഹുരൊട്ടിക നിഷേധാക്കിട്ടില്ല, നിസ്കരിച്ചിരാറ്, നോം പിടിച്ചിരാറ്, അങ്ങനൊട്ടിക്ക് സ്വത്തിയും സക്കാത്തും കൊടുത്ത് തിക്കുവാറങ്ങ അങ്ങ നിഷേധാക്കിയത് എന്തേ? ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത്, യക്ഫുർനൽ അശീറ, അങ്ങനെ മാപ്പിളമാരൊട്ടിക അങ്ങ് ധിക്കാര കാട്ടിയാർ. അങ്ങനത്തെ പിന്നെ അങ്ങനെ മാപ്പിളരൊട്ടിക അങ്ങ് ധിക്കാര കാട്ടിത്തുള്ളാറ്. വയക്ഫുർനൽ ഇഹ്സാൻ, ഇഹ്സാൻ റൊട്ടിക്കും ധിക്കാർ കാട്ടിയ, നല്ലതാക്കി കൊടുത്തതിനും അങ്ങ് നിഷേധിച്ചിരാറ്. മാപ്പിളരും ധിക്കരിച്ചിരാറ്, മാപ്പിളരും അനുസരിച്ചില്ല, മാപ്പിളരെ ആദേശത്തേക്ക് വിരുദ്ധമായി നടന്നിറാങ്ങ. അതേപോലെ മാപ്പിള ആക്കി കൊടുത്ത ആ ഏതെങ്കിലും ഒരു ഇഹ്സാൻ ഏതെങ്കിലും നല്ലതിരെ അതിരം അങ്ങ് നിഷേധിച്ചിരാറ്. എങ്ങനെ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിരെ സ്പഷ്ടമാക്കി തന്നെ, എങ്ങനെ ഇഹ്സാൻ നിഷേധിക്കേ? ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന ദഹ്റ കുല്ല, നീനിതാ ഏതെങ്കിലും ആ പെണ്ണിക്ക് ചെന്നെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിക്ക് ഏതെങ്കിലും ഒരു പെഞ്ഞയ്ക്ക് വർഷ ഇടീ നല്ലതാക്കി കൊടുത്ത, വർഷ ഇടീ അവൾ കേട്ടത് കൊമന്ത് കൊടുത്ത, ജീവന പൂർത്തി അവൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടാ അവളുടെ ആവശ്യത്തെ നീ കംപ്ലീറ്റ് ആക്കി കൊടുത്ത. പിന്നമാ നിന്റെ ഒട്ടിക അവൾ എന്തെങ്കിലും തപ്പ് കണ്ടാൽ, നിന്റെ ഒട്ടിക എന്തെങ്കിലും ചെറിയ പ്രോബ്ലം അവൾ കഴിച്ച്, അല്ലെങ്കിൽ നിന്റെ ഒട്ടിക അവൾ എന്തെങ്കിലും ചെന്നാൽ അത് നീ പറഞ്ഞാൽ കൊമന്ത് കൊടുത്തില്ല, ആ സ്വരത്തെ നീ ആക്കി കൊടുത്തില്ലാണ്ടേ അവൾ ചൊല്ലുறாளே, നിങ്ങളൊട്ടിക്ക് ഞാൻ ഓർക്കും ഒരു ഖൈറും കണ്ടിട്ടേ ഇല്ല. എങ്ങനെ ഞങ്ങളെ ഭാഷയിൽ ചെന്നെങ്കിൽ நீங்க எப்ப இங்க காக்கி தந்துறாரா, நான் சொன்ன சாமான் எப்ப நீங்க கொமன் தந்துறாரா ചെന്ന് കേൾക്കാറ്. ഇത് ഉണ്ട് ഞങ്ങളെ പെണ്ണുങ്ങളെ നടുവ് ഒരു സാധാരണയായിട്ട് പോയപ്പോ സാധാരണ ചൊല്ലുற പോലത്തെ ഒരു പൽക്കായിത്തിക്കുന്നുണ്ട്. എന്തേ കൊമന്ത് കൊടുക്കുന്നതെല്ലാം കൊമന്ത് കൊടുക്കുന്ന മാപ്പിള, കേട്ടതെല്ലാം കൊമണ്ട. അതേപോലെ അവൾ ആക്കൂ ചെന്നെല്ലാ പണിമാക്ക. അങ്ങനെ ഒരാള് എപ്പായെങ്കിലും ഓർക്ക അവന് കൊമ്പറകായില്ലാണ്ടായെങ്കിൽ ആ സന്ദർഭത്തില് എത്ര എത്ര പെണ്ണിങ്ങ ചൊല്ലുற പൽക്കಂದ್ರೆ நீங்க எப்பாயங்க உனக்கு கொமன் தந்துறாரா, எப்பாயங்க நீங்க எனக்கு ஹெல்ப் ஆக்கிறாரா ചെന്ന് കേൾക്കുക. അതെ അങ്ങനത്തെ പെണ്ണുങ്ങളായിത്തിക്കര അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ കണ്ടത്. അപ്പൊ ഞങ്ങളെ സഹോദരിമാർ, ഞങ്ങളെ ഔത്ര പെണ്ണുങ്ങ ആ അണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുള്ള ആ പെണ്ണുങ്ങളെ കൂട്ടത്തില് ഏതെങ്കിലും ഒരു പെണ്ണ
അതല്ലെങ്കിൽ ഈ ക്ലാസ് കേട്ടോണ്ടുള്ള ഏതെങ്കിലും ഒരു സഹോദരി, ഏതെങ്കിലും ഒരു പെണ്ണ് നീനിങ്ങനെ ചൊല്ലുരാണ്ടെങ്കിൽ അണ്ട് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തില് നാനും ഒന്നായിത്തിക്കൊച്ചെന്ന് വിചാരിക്കുന്നു. കാരണം അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം കഠിനമായി തിക്റ് ഈ വിഷയത്തിൽ ഞങ്ങളെ വിവരണമാക്കി തന്നുള്ളത്. മാപ്പിളരെ ധിക്കരിക്കുന്നത് അങ്ങനെ നരകത്ത് പോകൂലെ ചെറു സുലഭാക്കി എടുത്തോണ്ടില്ല. അങ്ങനെ ഉണ്ടായെങ്കിൽ ഇനി നോക്കൂ, ഞങ്ങൾക്ക് ഞങ്ങളെ മാപ്പിളരെ മേലെ എന്തിനുള്ള ബാധ്യത ഉണ്ട്, മാപ്പിളരെ ആ കർത്തവ്യ ഞങ്ങളെ മേലെ എന്തിലുള്ള അതിന് ഞങ്ങൾ എങ്ങനെ പാലനാക്കണം. ഒന്നാമത്തത് ഞങ്ങളെ മാപ്പിളരെ ഞങ്ങൾ ധിക്കരിക്കുകയെ തീരാ. മേൽ ചെന്നതുപോലെ ഞങ്ങളെ മാപ്പിളരെ ഞങ്ങൾ എപ്പം അനുസരിക്കണേ. ഒരേ ഒരു നിമിഷത്തിൽ കൂടെ മാപ്പിളക്ക് വിരുദ്ധമായി നടക്കുന്ന തീരാ. കാരണം എന്തേ, അല്ലാഹുരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ഞങ്ങളെ പഠിപ്പാട്ടത്, സൗജുക്കി നിന്റെ മാപ്പിള, ജന്നതുക്കി വനാറുക്കി നിന്റെ മാപ്പിള ആറ്, നിന്റെ സ്വർഗ നിന്റെ നർഗ. നിന്റെ സ്വർഗ നീ സ്വർഗത്തേക്ക് പോവുക കാരണമായി തീർന്നതും നിന്റെ മാപ്പിള. നീന് നരകത്തേക്ക് പോയിട്ട് കാരണമായി തീർന്നു, നീന് നരകത്തിൽ പോവുക കാരണമായി തീർന്നതും നിന്റെ മാപ്പിള. ജന്നതുക്കി വനാറുക്കി അല്ലാഹുവേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗജുക്കി ജന്നതുക്കി വനാറുക്കി. അപ്പൊ ഇത് വലിയൊരു വിഷയമായിട്ടിരിക്കരുത്, മാപ്പിളരെ അനുസരിക്കരുത്. എങ്ങനെ ഇണ്ട് നിങ്ങൾ നോക്കൂ, ആൺമക്ക ഉമ്മബ്ബരെ പൽക്കത്തെ കേൾക്കണം, ഉമ്മബ്ബ ചെന്നതുപോലെ അനുസരിക്കണം. അത് മസ്റ്റ്. ആനിക ഉമ്മം അബ്ബരെ അനുസരിക്കുന്നത് കമ്പൽസറി ആയിട്ടിക്കറ്. അതേ ഇന്നൊരു ഭാഗത്തില് ഒരു പെണ്ണ് മങ്ങിലാവുറയിക്കുന്നല്ലോ ഉമ്മം അബ്ബരെ പൽക്കത്തെ അനുസരിക്കണം. ഉമ്മ അതേപോലെ അബ്ബ എന്ത് ചൊല്ലറ ആ പൽക്കത്തെ ധിക്കരിക്കുക തീര പെണ്ണായ. അതേ ജായല് അവളെ ആ പെണ്ണിരെ ഒരു ആണിക്ക് മങ്ങിലാക്കി കൊടുത്താൽ പിന്നെ ആ പെണ്ണായവളു പിന്നുള്ളത് ഉമ്മ അബ്ബരെ പൽക്കത്താണ്ടിയാർ അനുസരിക്കുള്ളത്, മാപ്പിളരെ പൽക്കത്തായി തീര അനുസരിക്കുള്ളത്. ഉദാഹരണം ചെന്നെങ്കിൽ ഒരു പെണ്ണായവളൊട്ടിക പെഞ്ഞയിലൊട്ടിക മാപ്പിള ചൊല്ലറ, നീനിതാ നിന്റെ ഔത്തുക്ക് നീ ഇണ്ട് പോത്തീരാ ചെന്ന് അബ്ബ അതിലെ ഉമ്മ വിളിക്കറ, നീ നന്റെ ഔത്തൂടെ ബാച്ചെന്ന് വിളിക്കുമ്പോ ആ സന്ദർഭത്തിൽ ഞങ്ങ ആരെ പൽക്കത്തെ അനുസരിക്കൂല്ലേ? ഉമ്മ അബ്ബരെ പൽക്കത്ത് കേൾക്കുന്ന അതല്ല, മാപ്പിളരെ പൽക്കത്തെ അനുസരിക്കൂല്ലമ്മ. സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് അത് ഉത്തരം കിട്ടിത്ത് മാപ്പിളരെ പൽക്ക. അതെ മങ്ങിലാവുറോടത്തോളം മാത്രമേ ഉമ്മ അബ്ബരെ പൽക്കത്തെ പെൺമക്ക അനുസരിക്കൂല്ലേ. മങ്ങിലായാൽ പിന്നെ പെണ്ണായവളു അതാ മാപ്പിളരെ പൽക്കത്തെ അനുസരിക്കുന്നു, ഉമ്മ അബ്ബരെ പൽക്കത്തെ പിന്നെ സൈഡ് വയ്ക്കുന്നു. ഇത് ഞങ്ങൾക്ക് ഇസ്ലാം പഠിപ്പാട്ടി തന്നുള്ളത്. ഇനി മാപ്പിളരെ എങ്ങനെ അനുസരിക്കേ, എങ്ങനെ ആയിട്ടിക്കറ്, മാപ്പിളരെ ധിക്കരിക്കാണ്ടിക്കേ, മാപ്പിളക്ക് വിരുദ്ധമാവാണ്ട് ജീവനാക്കേ. അതാ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയ ഹദീസ്, ഇദാ ദഅ റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലത്, ഒരു മനുഷ്യ ഇദാ ദഅ റജുലു ഇംറഅതഹു ഭർത്താവിനെ അവന്റെ പെഞ്ഞേരെ വിളിക്കറ, ഇലാ ഫിറാശിഹി തന്റെ ബെഡ്ക്ക് വിളിക്കറ, ഫലം തഅതിഹി അവളു പോണ്ടില്ലേ, പോയില്ലാണ്ട് ഫബാത ഗദബാന അലൈഹ, അങ്ങനെ അവന് അർസത്തില് ജാവിടി അർസത്തിൽ അവളൊട്ടിക ഇന്നാണ്ടായെങ്കിൽ ലഅനത്ഹാ അൽ മലായികതു ഹത്താ തുസ്ബിഹ, അവളെ മേല് സുബൈ ആവുറോടത്തോളം മലക്കുമാർ ശാപ്പിട്ടുകൊണ്ടിരിക്കാറ്. മാപ്പിളരെ അനുസരിക്കും. മാപ്പിളരെ എന്ത് അത്യാവശ്യമായിട്ട് എന്തെല്ലാം ഉണ്ടാ
മാപ്പിളയുടെ ആവശ്യം എന്തിനാണ്, മാപ്പിളക്ക് ആവശ്യമുണ്ടാ ആ എല്ലാ വിഷയത്തിലും അതാ ഒരു പെണ്ണായവള് കമ്പൽസറി ആയിട്ട് അനുസരിക്കുന്നു. അതിൽ അനുസരണൽ വെച്ചിട്ട് അതിൽ ഒന്നാമത്തെ ഒരു ഭാഗമായിട്ടിരിക്കുന്ന ചെന്നത് തന്റെ പെഞ്ഞയിരാവുന്ന ജാവു തന്റെ തണ്ടിട്ടിಗೆ വിളിക്കുക ലൈംഗിക സമ്പർക്കത്തിൽ ഏർപ്പെടുകയായിട്ട് മാപ്പിളയായവನು പെഞ്ഞയിരെ വിളിക്കുക. ആ സന്ദർഭത്തില് പെണ്ണായവലു എന്തെങ്കിലും കാരണ ചിന്ത, അതല്ലെങ്കിൽ കാവില്ല ചിന്ത, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രൂപത്തില് മാപ്പിളയിൽ നിന്ന് ദൂരെ പോകേണ്ട ആളുണ്ടായെങ്കിൽ ആ ഒരു കാരണത്തിൽ അവನು തന്റെ പെഞ്ഞയിരൊട്ടിക ജാവിടി അർസത്തിൽ ദയിക്കറാണ്ടായെങ്കിൽ, ജാവിടി അർസത്തിൽ വറങ്ങറാണ്ടായെങ്കിൽ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഞങ്ങളെ പഠിപ്പാട്ടത് ഔ സുബൈ ആവരോട് തോലും ഔല മേൽ മലക്കുമാർ ശാപ്പിടും. മലക്കുമാരെ ശാപ, മലക്കുമാരെ ബദ്ദുവ, മലക്കുമാരെ ലാനത്ത്. സഹോദരിമാരെ കേക്കുറു ಬೇನ ಮಲಕುಮಾರ ಶಾಪ ಬ್ಯಾಂಡ್ ಅಂಟಾಯ ಬೇನುಂಟಾಯ ಮಾಪ್ಲೆಮಾರೆ ಧಿಕ್ಕರಿಕು മാപ്പിളമാരെ മലക്കുമാരെ ശാപനക്ക് വേണ്ടായി മാപ്പിളമാർ ചെന്നതുപോലെ കേക്കൊനായിത്തിക്കുന്നു. ഇതേപോലെ വേറൊരു ഹദീസില് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആയിത്തിക്കണക്ക് ചൊല്ലുന്നത് ഇദാ ബാത്തത്തിൽ മർഅതു ഒരു പെണ്ണായവളു തന്റെ മാപ്പിളയിൽ നിന്ന് ഹാജിറത്തൻ ദൂര നിൽക്കറാൾ, ജാവുകു ദൂര നിൽക്കറാൾ, മുട്ട പോണ്ടില്ല. ഫിറാഷ സൗജിയ തന്റെ മാപ്പിളയുടെ ബെഡിൽ നിന്ന് തന്റെ മാപ്പിളയുടെ ആ ആവശ്യത്തെ കംപ്ലീറ്റ് ആക്കുന്നതിൽ നിന്ന് ഒരു പെണ്ണായവൾ ദൂര നിൽക്കറാൾ. ലഅനതഹൽ മലായികതു ഹത്താ തുസ്ബിഹ അവളെ മേലെ മലക്കുമാർ ശാപപ്പെട്ടുകൊണ്ടിരിക്കുക സുബഹിയാവത്തോളം. വല്ലദീ നഫ്സീ ബിയദിഹി മാ മിൻ റജുലിൻ യദ്ഉ ഇംറാതഹു ഇലാ ഫിറാശിഹി. ഇത് വേറൊരു ഹദീസ് നാച്ചൊന്നുള്ളത് ಅಂದ್ರೆ നന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് നന്റെ റൂഹ് നന്റെ ശരീരം ആരെ കയ്യിലുണ്ടാ ഞാൻ അവന്റെ വെച്ചിട്ട് ആണിട്ട് ചെന്നോല്ല. മാമിൻ റജുലിൻ യദ്ഉ ഇംറാതഹു ഇലാ ഫിറാശിഹി ഏതെങ്കിലും ഒരുത്ത തന്റെ പെഞ്ഞേരെ ലൈംഗിക സമ്പർക്കത്തിൽ ഏർപ്പെടുക വിളിക്കുക. ഫതഅബാ അലൈഹി മാത്രമ ആ പെണ്ണ് അതിന് നിരാകരണാക്കുക, അതിൽ നിന്ന് ദൂരെ പോണ്ടാർ. ഇല്ലാ കാനല്ലദീ ഫിസ്സമായി സാഖിതൻ അലൈഹി ഹത്താ യർദ അൻഹാ അനന്ത ഇല്ലാ കാനല്ലദീ ഫിസ്സമായി സാഖിത അവളെ മേലെ അർസ വന്നോണ്ടിക്കറ് അർസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആകാശത്തു നിന്ന് ഹത്താ യർദ അൽ അൻഹാ അവನು ಅವಳ ವಿಷಯ ತೃಪ್ತರಾವನೋರ್ತೋಲಂ. ಆರು ಮಾಪ್ಲ ಅವಳ ವಿಷಯത്തിൽ തൃപ്തനാവറ ಅವ್ರ തോലം തൃപ്തി പെടുற കാല തോലം അവന് 2 നാൾ 3 നാൾ അർസത്തിലേക്കുണ്ടായി. അങ്ങനെ 2 നാൾ 3 നാൾ 4 നാൾ എത്ര നാൾ തോലം അവന് അർസത്തിലേക്കാന അത്ര നാൾ തോലം അതാ ആകാശത്തുള്ളങ്ങ അർസത്തിലേക്കാണ്. അങ്ങനെ മേലെ അർസ വന്നോണ്ടിരിക്കുക. ഇത്ര വലിയ അപായകാരിയായ വിഷയമായിട്ട് ഹേങ്ങ ഞങ്ങൾ ഇണ്ടത്തെ ഒരു പെണ്ണുങ്ങളെ കാണാ കേട്ടതായിട്ടിക്കറ് ഇതായിട്ടിക്കറ് മാപ്പിളമാരെ അനുസരണ നച്ചെന്ത് വരുമ്പോ മാപ്പിളരൊട്ടികളുടെ ബാധ്യത ഞങ്ങൾ മനസ്സിലാക്കുമ്പോ ഇത് ഒന്നാമത്തേതായിട്ട് മനസ്സിലാക്കൂല. എന്തേ കാരണം ഇത്തരം വ്യക്തമായിട്ട് നച്ചൊല്ലുള്ള കാരണം ഇത്തരം സ്പഷ്ടമാക്കുള്ള കാരണം ദാമ്പത്യ ജീവന ದಂಪತಿಮಾರ ನಡುವೆ ಒಡಕು ಬರಗುಲ್ಲ ಕಾರಣ ಪ್ರಮುಖಮಾಯಿತು ಅವ್ರ ಕಾರಣ ಆಯ್ತು ಇದು ಅವನಿಗೂ ಆನಾಯವನಿಗೂ ಅವന്റെ ആ ഒരു ആവശ്യം കംപ്ലീറ്റ് ആവില്ല എന്ന് കാണുമ്പോ അവന്റെ മനസ്സിൽ അർസ ബണ്ട്, അവന്റെ മനസ്സിൽ ബേജാറാവും, അവന്റെ മനസ്സിൽ അസമാധാനം ഉണ്ടാവും, അശാന്തി ബണ്ട്. അങ്ങനെ ആയിത്തിക്കർ അവിടെ ബണ്ടത് പിന്നെ അവിടെ ഒടക്കും ശൈത്താനായിത്തിക്കർ പിന്നെ അവിടെ അതിന് നടുവിൽ വന്ന് ഉപദ്രാക്കും സ്റ്റാർട്ട്. അതുകൊണ്ട് പെണ്ണുങ്ങ സഹോദരിമാർ വർക്കത്തും മാപ്പിളമാർ ഈ ഒരു ആവശ്യത്തെ വർക്കത്തും അതൊരു നെഗ്ലെക്ട് ആക്കുന്ന വിഷയത്തിലാക്കത്തീര. ഇത് ജാഗ്രത ആക്കുള്ള ഒരു വിഷയം. ദാമ്പത്യ ജീവന ഞങ്ങളെ വർക്കത്തും മുറിഞ്ഞു പോകത്തീര. അത് കാലാകാലം ഇക്കണം. ഈ ലോകത്തിലെ ഈ ദാമ്പത്യ ജീവന പരലോകത്തിൽ സ്വർഗത്തിലും ഇക്രോത്തോളം ഇക്കണം. അതുകൊണ്ട് നാ ചെന്ന് വന്നുള്ളത് ഞങ്ങ മാപ്പിളമാരെ ഒന്നാമത്തേതായിട്ട് അനുസരിക്കണം. ഇത് ഒന്നാമത്തെ അനുസരണ രൂപ. അല്ലെങ്കിൽ ഇത്
മാപ്പിളരൊട്ടികളെ ഒന്നാമത്തെ ഒരു ബാധ്യത. ഇനി രണ്ടാമത്തേതായിട്ട് മാപ്പിളരെ പെർമിഷൻ ഇല്ലാണ്ട് ഔത്ര പുറത്തു പോകിത്തീര. മാപ്പിളരെ അനുമതി ഇല്ലാണ്ട് ഒരു പെണ്ണായോള് ഒർക്കത്തുകും ഔത്ര പുറത്തു പോതീര. ഇത് മാപ്പിളരായത്തിലിക്കട്ട് പറായത്തിലിക്കട്ട് ആ മാപ്പിള വെലിവി എന്തു ആക്കിലെ വെലിവിശൽ ನಾ പോയെങ്കും ചെന്ത് ಇನ್ನೆಂಗುം മാപ്പിളരൊಟ್ಟಿಗೆ പെർമിഷൻ കേൾക്കാണ്ടേ പോತೀರ. കാരണം ഈ മുട്ടത്ത് പോണ്ടെങ്കും സമാ മാപ്പിളരൊಟ್ಟಿಗೆ ഞങ്ങൾ കേട്ടു പോകുമ്പോ അതാ മാപ്പിളക ദർക്കൊസി അവന്റെ ആ മനസ്സിൽ എന്തെങ്കിലും ചെറിയ രൂപത്തിൽ അസമാധാനം ഇന്നെങ്കും ആ അസമാധാന അങ്ങനത്തെ ഇങ്ങനത്തെ ചെറിയ ചെറിയ വിഷയത്തിൽ അത് ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ ഉറക്കത്തുകും ഇതൊരു നെഗ്ലക്ട് ആക്കത്തില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയത് ഹഖ്ഖുൻ അലൈഹ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ചൊല്ലുന്നത് ഹഖ്ഖുൻ അലൈഹ അല്ലാ തഖ്റുജ മിൻ ബൈതിഹാ ഇല്ലാ ബിഇദ്നിഹി. ഒരു പെണ്ണായവളുgu അവളെ മേലൊരു ബാധ്യത ആയിത്തിക്കറ് എന്ದ್ರೆ ಅವಳು ಅವന്റെ പെർമിഷൻ ഇല്ലാണ്ട് മാപ്പിളരെ പെർമിഷൻ ഇല്ലാണ്ട് പർത്തിലേക്ക് തീരാ. ഫൈൻ ഫഅലത് ഇനി അവൾ കേൾക്കാണ്ട് പുറത്തു പോയാൽ അങ്ങനെ ആക്കിയാൽ പെർമിഷൻ ഇല്ലാണ്ട് പോയാലുണ്ടായെങ്കിൽ ലഅനഹുല്ലാഹ് അവളെ മേലെ അല്ലാഹുവിന്റെ ശാപമുണ്ട്. വമലായികത്തുർ റഹ്മ റഹ്മത്തുൽ മലക്കുമാരുടെ ശാപം അവളെ മേലുണ്ട്. വമലായികത്തുൽ ഗദബ് അർസത്ത് മലക്കുമാരുടെ ശാപം അവളെ മേലുണ്ട്. ഹത്താ തർജിഅ ഔ തതു അവളു ഔത്തു റിട്ടൺ ബന്തെത്രോത്തോളം അതല്ലെങ്കിൽ അവൾ തൗബാക്കോത്തോളം. അപ്പ പെർമിഷൻ ഇല്ലാണ്ട് ഔത്ര പെർമിഷൻ ഇല്ലാണ്ട് ഒരു പെണ്ണായവൾ പുറത്തു പോയാലുണ്ടെങ്കിൽ അവൾ ഔത്തു റിട്ടൺ ബണ്ടോത്തോളം അള്ളാഹുര ശാപ റഹ്മത്തും അർസത്തും മലക്കുമാരുടെ ശാപ അവളെ മേൽ ബനു ಅಂತಿಕ್ರೆ. ആ സന്ദർഭത്തിൽ ഇതാ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അവളെ മൗത്ത് ബന്തിട്ടായെങ്കിൽ സഹോദരി എന്തായിരിക്കും അവളുടെ അവസ്ഥ? സഹോദരിമാരെ, ഞാൻ ഇത്തരം വ്യക്തമാക്കിയിട്ടും ഇത്ര സ്പഷ്ടമാക്കി ചെല്ലുന്നത് സഹോദരിമാരുടെ മേലുള്ള അർസത്തിലല്ല അകലട്ടികളെ പിർസകായിത്തിക്കറ്. ഞങ്ങളെ സഹോദരിമാർ മുസ്ലിം സമുദായത്തിലെ സത്യവിശ്വാസിമാർ ഒർക്കത്തുകും അള്ളാഹുര അർസത്തില് മലക്കുമാരെ അർസത്തില് അങ്ങനെ ആ കോപ്പത്തുക അങ്ങനെ അർസത്തുക ഇരയായിട്ട് അങ്ങനെ മരിച്ചു പോകേണ്ട പോലത്തെ സഹോദരിമാരെ കൂട്ടത്തില് ഞങ്ങളെ പിന്നെ ഒർക്കത്തുങ്ങാവത്തീര. അതുകൊണ്ടിട്ട് പുറത്തു പോയ നിമിഷത്തില് പെർമിഷൻ ഇല്ലാണ്ട് അനുമതി ഇല്ലാണ്ട് പുറത്തു പോയ അങ്ങനെ ആ സന്ദർഭത്തിൽ മരിച്ചെങ്കിൽ മൗത്ത് ബന്നെങ്കിൽ എന്തായിത്തിക്കോ അങ്ങനെ അവസ്ഥ ഇതങ്ങ് ചിന്തനാക്കുള്ള ഒരു വിഷയം. മൂന്നാമത്തായിട്ട് മാപ്പിളരെ അഭാവത്തില് പെണ്ണായവളു അവളെ ചാരിത്രത്വം അവളെ ഗുപ്താംഗത്വം അതേപോലെ അവന്റെ സ്വത്തുരം സംരക്ഷിക്കുന്നു. ഇത് അല്ലാഹു തആല ഖുർആനിൽ ഞങ്ങളെ പഠിപ്പാട്ടിയത് ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിദാതുൻ. സാലിഹത്തായ പെണ്ണിങ്ങ ആരത് അനുസരിക്കുന്ന പെണ്ണിങ്ങായിട്ടിരിക്കുക, അനുസരണ ഉള്ള പെണ്ണിങ്ങ, ഇബാദത്താക്കുന്ന പെണ്ണിങ്ങ, അതിരൊട്ടിಗೆ ഹാഫിദാതുൻ സംരക്ഷിക്കുന്നതായിട്ടിരിക്കുക. എന്തൊരു സംരക്ഷിക്കുന്ന ലിൽ ഗൈബ് മാപ്പിളരെ അദൃശ്യത്തെ മാപ്പിള ഇല്ലാത്ത സന്ദർഭത്തിലും അങ്ങ് സംരക്ഷിക്കാറ്. ബിമാ ഹഫിദല്ലാഹ് അല്ലാഹു തആല ഹിഫാദത്താക്കു ചെന്ന വിഷയത്തെ ഗുപ്താംഗത്തെ അങ്ങനെ ഗുഹ്യേന്ദ്രത്തെ ഇത് അങ്ങനെ സ്വത്ത് അങ്ങനെ സന്താന അങ്ങനെ ചാരിത്ര അതിലെല്ലാത്തും ഒരു പെണ്ണായവളും മാപ്പിള ഇല്ലാത്ത സന്ദർഭത്തിൽ സംരക്ഷിക്കണം. ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസിൽ നമുക്ക് പിടിയാവുന്നത് ലാ തുൻഫിക് ഇംറഅത്തുൻ ശൈഅൻ മിൻ ബൈതി സൗജിഹാ ഇല്ലാ ബിഇദ്നി സൗജിഹാ. ഒരു പെണ്ണായവളു ಅವಳ ಮಾಪ್ಲರ ಔತುರೆ ಸೊತ್ತುರೆ ಒನ್ನುರೆಂ ಅವಳು ಚೆಲವಾಕೋತೀರಾ ಖರ್ಚಾಕೋತೀರಾ ಇಲ್ಲ ಬಿ ಇದ್ನಿ ಸೌಜಿಯ ಅವಳ ಮಾಪ್ಲರ ಪರ್ಮಿಷನ್ ಇಲ್ಲ ಅಂತೆ ಮಾಪ್ಲರ ಅನುಮತಿ ಇಲ್ಲ ಅಂತೆ ಒರ್ಕತ್ತುಗುಂ ಒರ್ ಪೆಣ್ಣಾಯವಳು ಅವಳ ಮಾಪ್ಲರ ಔತುಲ್ ನಿಂತು ಮಾಪ್ಲರ ಸೊತ್ತುರೆ ಒಂದೊಂದು ಚೆಲವಾಕಂಡ ಕೈಲ ಯಾ ರಸೂಲಲ್ಲಾಹ್. ആ സന്ദർഭത്തില് ആരാ ക്വസ്റ്റ്യൻ കേട്ടാൽ
ಎಂದ್ರೆ ಒಲತ್ವಾನ್ ಫುಡ್ಡುಂ ತಿನ್ನರ പോലത്തെ ವಸ್ತು ಕೂಡ ചെലവാക്കുತ್ತೀരെ ಬೇರಂಕ കൊടുക്കുക ಸರಿಯಲ್ಲೇ قال ذلك افضل اموالنا ಅಪ್ಪ ಅಲ್ಲಾಹು ರಸೂಲುಲ್ಲಾಹಿ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉത്തര ಅಂದ್ರೆ അതേ ഞങ്ങളെ സ്വത്തിൽ ഞങ്ങളെ സമ്പത്തിൽ വെച്ചിട്ട് ശ്രേഷ്ഠമായ സ്വത്തേത് ഫുഡായിട്ട് അതിനർത്ഥം ಅಂದ್ರೆ ഫുഡ് ಕೂಡ മാപ്പിളരെ പെർമിഷൻ ഇല്ലാണ്ട് ചെലവാക്കുತ್ತೀರಾ അതേപോലെ അങ്ങ് ആ സ്വത്തിനെ സംരക്ഷിക്കണം ഇത് മാപ്പിളರ ಮೇಲൊരു ബാധ്യത ಐತಿ പെണ്ണായവളിಗೂ പെഞ്ഞയ്ക്ക് മാപ്പിളರ ಮೇലൊരു ബാധ്യത ഇനി നാലാമത്തെ ബാധ്യത മാപ്പിളയ്ക്ക് ഇഷ്ടമില്ലാത്ത ഏതൊരു മനുഷ്യരും ഏതൊരാളും ഞങ്ങൾ ഔത്ത് വിളിക്കുತ್ತೀರಾ മാപ്പിളയ്ക്ക് ഞങ്ങൾ ഔത്തുക്ക് ബണ്ടത് ഏതെങ്കിലും ഒരു ആൾ ബണ്ടത് ഇഷ്ടമില്ല അവൻ സ്വന്തം ഉമ്മയും സമ പെണ്ണിന്റെ സ്വന്തം ഉമ്മ പെഞ്ഞയുടെ സ്വന്തം അബ്ബയും സമ മാപ്പിളയ്ക്ക് അങ്ങ ബണ്ടത് ഇഷ്ടമില്ലാണ്ടെങ്കിൽ ആ മാപ്പിളര അഭാവത്തിലും കൂടാ ഒർക്കത്തും അവളു അങ്ങനെ വിളിക്കുತ್ತೀರಾ ഔത്തുക്ക് വിളിക്കുತ್ತೀರಾ ഇത് ഹദീസ് ഞങ്ങൾ ചൊല്ലേണ്ടത് വലക്കും അലൈഹിന്ന അല്ലാ തുവാതിഹുന്ന ഫുർഷക്കും അഹദൻ തക്റഹൂനഹു ആ മാപ്പിളയ്ക്ക് ഇഷ്ടപ്പെടാത്ത പോലത്തെ അയാൾക്ക് ഇഷ്ടമില്ല അങ്ങനത്തെ ആള് ഒരാൾ ഉണ്ടുണ്ടായെങ്കിൽ അയാൾ ഞങ്ങളെ ഔത്ത് ബണ്ടത് ഇഷ്ടമില്ല ഉണ്ടായെങ്കിൽ ഒർക്കത്തും ഞങ്ങളെ ഔത്ത് വിളിക്കുತ್ತೀರಾ ഇനി മാപ്പിളര അഭാവത്തില് ഏതെങ്കിലും ഒരു അന്യ ആണുരട്ടിയ സമ്പർക്ക വെച്ചെങ്കിൽ ഇത് ജാഗ്രതാക്കുള്ള വിഷയമുണ്ട് മാപ്പിളമാരില്ലാത്ത ഈ സന്ദർഭത്തിൽ കുറേ പെണ്ണുങ്ങളെ മാപ്പിളമാരില്ല ആ സന്ദർഭത്തില് മാപ്പിളരെ ആ അഭാവത്തില് ഇതിനെ മിസ്യൂസ് ആക്കല് ഇതിനെ വേറെ ഒരു രൂപത്തിൽ കൊണ്ടേ അതാ ആ വിഷയത്തിൽ ഞങ്ങൾ ജാഗ്രതാക്കണം ഇമാം അബൂദാവൂദ് റഹിമഹുള്ള റിപ്പോർട്ടാക്കിയ ഹദീസ് ഇത് ഇങ്ങനത്തെ ഹദീസ് ഞങ്ങളെ ഇണ്ടത്തെ കുറേ സഹോദരിമാർ കേട്ടിട്ടില്ല ഈ ഹദീസ് എല്ലാം കേൾക്കാത്തത് കൊണ്ടായിട്ട് മാപ്പിള ഇല്ലാത്ത സന്ദർഭത്തില് വേറെ ആണികളൊട്ടിയ അതാ കൊഞ്ചിത്തിങ്ങനെ പൽക്ക വരേ അങ്ങനൊട്ടിയ ഔത്ര ഫാമിലിയുടെ വിഷയം ഇങ്ങനെ പൽക്ക വരേ അനാവശ്യമായത് ഇങ്ങനെ ടൈം ഇങ്ങനെ വേസ്റ്റ് ആക്കിയിട്ട് അതാ ചാറ്റിംഗ് ആക്കേ ഫേസ്ബുക്കിലും വാട്സപ്പിലും ആറാറൊട്ടിയ വേദെല്ലാം ആണികളൊട്ടി പൽക്ക വരേ എത്ര ഡേഞ്ചറായ എത്ര ഭയാനകമായ വിഷയത്തിക്കരുത് أيما امرأة دخلت على قوم ليس منهم فليست من الله في شيء ولن يدخلها الله الجنة الله الرسول صلى الله عليه وسلم ചൊല്ലത് أيما امرأة ഏതെങ്കിലും ഒരു പെണ്ണ് دخلت على قوم അവൾ പ്രവേശിക്കാല് വേറെ ഏതെങ്കിലും കൊറിയ ആൾമാരെ മുട്ട മൻ ലൈസ മിൻഹും അയങ്ക ആങ്ങാറ് ഏത് ആണികളെ മുട്ട പോണ്ട പോലും ആ ആണിക ഒരു കോണ്ടാക്റ്റും പോൽകില്ല അവളുമായിട്ട് എന്തും സമ്പർക്കത്തിലില്ലാത്ത പോലത്തെ ആ ആണികളെ മുട്ട പോൽപ്പോണ്ടേ ചിന്നെങ്കിൽ അബ്ബമാ അതല്ലെങ്കിൽ സഹോദരമാര അതല്ലെങ്കിൽ മാപ്പിളമ അങ്ങ് ആറുമല്ലത് ഏതാ ഒരു പറായത്തിലുള്ള പോലത്തെ ആറാ അതേപോലെ ഗുർത്തില്ലാത്ത പോലത്തെ ആൾമാർ അങ്ങനൊട്ടിക്ക് സമ്പർക്ക വീക്കലുണ്ടായെങ്കിൽ അങ്ങനത്തെ പെനിക്ക് അള്ളാഹുറമട്ട് ഒന്നും കിട്ടുകൊണ്ടില്ല ദുനിയാവിലു ചെറിയ ഒരു നിമിഷത്തെ ഒരു ആസ്വാദനകായിട്ട് അതാ പരലോക ജീവനത്തെ നഷ്ടത്തിലാക്കുന്ന പെണ്ണിങ്ങമേ സഹോദരിമാരെ ജാഗ്രതാക്കും കൊറിയ നാളെ ഈ ജീവനത്തിൽ ഞങ്ങളെ പരലോക ശാശ്വതമായിട്ടുള്ള ആ പരലോക ജീവനത്തെ എന്തികായിട്ട് ഞങ്ങൾ നഷ്ടത്തിലാക്കേ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലത് ഫലൈസത് മിനല്ലാഹി ഫീ ഷൈ അങ്ങനത്തെ പെണ്ണിക്ക് അല്ലാഹുവിന്റെ മുട്ട ഒന്നും കിട്ടോ പോണ്ടില്ല മാത്രമല്ല വലൻ യുദ്ഖിലഹുൽ ജന്ന അങ്ങനത്തെ പെണ്ണിങ്ങളെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നില്ല ലാ ചന്തല്ല അല്ലാഹു യൂസാക്കിരെ ലാ യദ്ഖുലു ചന്തല്ല വലൻ യുദ്ഖിലഹ വലൻ യുദ്ഖിലഹ അല്ലാഹു ഗ്യാരണ്ടി ഞങ്ങളെ പ്രവേശിപ്പിക്കുന്നില്ല എവിടെ ഔത്തുല വലിയ ബംഗ്ലാവുല
വലിയ പാലസിലല്ല, ശാശ്വതമായ ആ പരലോക ജീവനത്തിൽ അവൾക്ക് സ്വർഗ്ഗമില്ല, അവൾക്ക് സ്വർഗം നഷ്ടപ്പെട്ടു. ഇത് ജാഗ്രത. ഞങ്ങളെ സഹോദരിമാരെ, മാപ്പിളരെ ആ ഹക്ക് മാപ്പിളരെ മേലൊരു ബാധ്യത ചൊല്ലുമ്പോ മാപ്പിളരെ ഞങ്ങളെ അമാനത്തുണ്ട്. മാപ്പിളരട്ടികളെ അമാനത്തായിട്ടിക്കറ് ഞങ്ങളെ ഗുപ്താംഗ, ഞങ്ങളെ ഗുഹ്യേന്ദ്രിയ ഇത് ಬೇರೆ ഒരാളിട്ട് യൂസ് ആക്കുന്നില്ല, ಬೇರೆ ഒരാൾക്ക് കൊടുക്കുകയില്ല. ഇത് ആ അമാനത്ത് ಅದರ ಅವಕಾಶಿಯಾರ ಅವನಿಗೆ ಆಯ್ತಿಕರು കൊടുക്കുകയുള്ളത്. ആരെങ്കിലും ഇതിരെ ಬೇರೆ ആർക്ക് കൊടുത്താണ്ടേ അവള് സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല. ഇനി ആറാമത്തെ ഒരു ബാധ്യത ആയിട്ടിക്കന് മനസ്സിലാക്കുള്ളത്, എവിടത്തോലും ചെന്നെങ്കിൽ ഞങ്ങൾക്ക് പഠിപ്പാട്ടത് മാപ്പിളരെ മുട്ടയ്ക്കുമ്പോ മാപ്പിളരെ പെർമിഷൻ ഇല്ലാണ്ട് സുന്നത്ത് നോമ്പ് കൂടെ പിടിക്കണ്ട. നിങ്ങൾ ഒരു പെണ്ണായവൾ അവൾ നോമ്പ് പിടിക്കാൻ ടിക്കറ്റ് മാപ്പിള മുട്ടല്ല, മാപ്പിള റായത്തിലുള്ള മാപ്പിള കൂടല്ലാണ്ട ഇല്ല ബീദിന്. മാപ്പിളരെ പെർമിഷൻ, മാപ്പിളരെ അനുമതിന് നിങ്ങൾ സുന്നത്ത് നോമ്പ് പിടിക്കൂ. മാപ്പിളരെ അനുമതി ഇല്ല, മാപ്പിളർ പെർമിഷൻ ഇല്ലാണ്ട് ഇല്ല പിടിക്കണ്ട. സുന്നത്ത് നോമ്പ്, ഫർള് നോമ്പ് അങ്ങനല്ല. ഇങ്ങനെ ഇതായി തിക്കറിന ചെന്നത്. ഇതെല്ലാം ഞങ്ങളുടെ ദാമ്പത്യ ജീവനത്തെ ഒരു ഭദ്രമായ ബുനാദിക്ക് അത്യാവശ്യമായിട്ടുള്ള കുറെ വിഷയത്തിക്ക് നാം ചെന്നത്. ഇതിന് ഒരു ബാധ്യത ആയിട്ടിക്കറ്. ഇതെന്തിനാ ചെന്നെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടിപ്പ ഞങ്ങളെ ദാമ്പത്യ ജീവന ചന്തത്തിൽ പോകുന്നുണ്ടായെങ്കിൽ ഈ ഭദ്രമായ ഈ ബുനാദിക്ക് ഒരു പൊട്ട് വരാണ്ടിക്കൊണ്ടുണ്ടായെങ്കിൽ ഇതെല്ലാം അത്യാവശ്യമായ ഒരു കാര്യമായിട്ടിക്കറ്. ഇങ്ങനെ ടൈത്തുണ്ടായി ചെല്ലാം. ഇങ്ങനെ ഇതെല്ലാം ചെന്നതുപോലെ അനുസരിച്ച് തോർത്ത ജീവനാക്കാല് വർത്തി ഒരു പെണ്ണായവളു തന്റെ മാപ്പിളരെ അനുസരിച്ചിട്ട് നല്ല രൂപത്തിൽ ജീവനാക്കാലുണ്ടായെങ്കിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയത് അയ്യുമാ ഇംറഅത്തിൻ മാതത്, ഒരു പെണ്ണായവളു മരിക്കറാൽ വസൗജുഹാ അൻഹാ റാദിൻ, അവളെ വിഷയത്തില് അവളെ മാപ്പിള തൃപ്തനായിട്ടില്ല, അവളെ വിഷയത്തില് അവളെ മാപ്പിളക്ക് തൃപ്തി ഉണ്ടുണ്ടായി, ദഖലത്തുൽ ജന്ന, അവൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ. ഈ ഹദീസില് ഞങ്ങളെ പഠിപ്പാട്ടി ഉള്ളത് ഒരു പെണ്ണായവൾക്ക് സ്വർഗവേനുണ്ടായെങ്കിൽ എത്രേ ഇബാദത്തെങ്കും, എത്രേ ഖിയാമുൽ ലൈൽ വെച്ചെങ്കും, എത്രേ നോമ്പ് പിടിച്ചെങ്കും, എത്രേ നിസ്കരിച്ചെങ്കും അവൾക്ക് മങ്ങിലായിരുണ്ടായെങ്കിൽ അവളെ മാപ്പിളരെ അനുസരണ അത് മസ്റ്റ് ആൻഡ് ഷുഡ് അവൾ ആക്കിത്തേ തീരും. കമ്പൽസറി അവൾ അത് സഹോദരി നീ അനുസരിക്കണേ. നീ അനുസരിച്ചില്ലാണ്ടായെങ്കിൽ ഞാൻ ഇബാദത്തെടുത്തല്ലേ, ഞാൻ നിസ്കരിച്ചല്ലേ, ഞാൻ നോമ്പ് പിടിച്ചല്ലേ, മാപ്പിള അനുസരിച്ച് എന്തോ ആവില്ലല്ലേ വിചാരിക്കണ്ട. ഇല്ല, സ്വർഗമില്ല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസില് ഞാൻ കാണേണ്ടത് എങ്ങനെ ഒന്നുണ്ടാ, ഒരു മാപ്പിളരെ അനുസരിക്കില്ലാണ്ടായെങ്കിൽ ഒരു സത്യവിശ്വാസിയായ ഒരു ആണുള്ള മാപ്പിള ഇബാദത്താക്കുற പോലത്തെ നല്ലൊരാണ് അവളെ കൂടുള്ള പെണ്ണ്, അവന്റെ പെഞ്ഞை അനുസരിക്കാത്ത പെണ്ണ്, ധിക്കാരിയായിട്ടുള്ള പെണ്ണുണ്ടായി. ഈ ഹദീസ് ഞങ്ങളെ പഠിപ്പാട്ട് ഇത് ഞങ്ങളെ കുറെ പെണ്ണുങ്ങളെ ബേജാറില. ഈ ഹദീസ് ഇമാം തുർമിദി റഹിമഹുല്ലാഹ് റിപ്പോർട്ടാക്കി. ലാ തുഅ്ദി ഇംറഅത്തുൻ സൗജഹാ ഫിദ്ദുനിയാ, ചൊല്ലത് ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ മാപ്പിളരെ തൊന്തര കൊടുക്കാളുണ്ടായെങ്കിൽ ദുനിയാവിലും അവൻ നല്ലാണ്, ആ നല്ല സ്വർഗത്തെ അവകാശിയായിട്ടുള്ള ആ സ്വാലിഹായിട്ടുള്ള ചെറുക്ക അവന്റെ ഏതെങ്കിലും ഒരു പെണ്ണ് അവന്റെ കൂടെല്ല അവന്റെ പെഞ്ഞை ഒരു രൂപത്തിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഉപദ്രാക്കാളുണ്ടായെങ്കിൽ ആ സന്ദർഭത്തിൽ ഇല്ലാ ഖാലത് സൗജതുഹു മിനൽ ഹൂറിൽ ഈൻ, ആ സന്ദർഭത്തില് അവന്റെ പെഞ്ഞയായിട്ടുള്ളേ സ്വർഗത്തുള്ള ഹൂറുൽ ഈൻ, സ്വർഗത്തുള്ള ഹൂറുൽ ഈൻ അവന്റെ പെഞ്ഞை, ആ സ്വർഗത്തെ ഹൂറുൽ ഈൻ ചൊല്ലു ലാ തുഅ്ദീഹി, ഏ സഹോദരി, ഏ മോളെ, നീ അവന്റെ പുത്രാക്കണ്ട, നീ അവിടെ തൊന്തര കൊടുക്കണ്ട.
ഖാതലകില്ല, നിന്റെ മേൽ അള്ളാഹുടെ ശാപക്കെട്ട്, അള്ളാഹുടെ അർസ്ഥ നിന്റെ മേലുണ്ട്. ഫഇന്നമാ ഹുവ ഇൻദകി ദഖീലുൻ ഇലൈ ദഖീലുൻ. ഓ സഹോദരി, ഹൂറുൽ ഈൻ ചിലര പൽക്കായിത്തേക്ക് നാ ചെന്നുള്ളത് സ്വർഗത്തെ ആ സത്യവിശ്വാസിയായ അവന്റെ പെഞ്ഞൈ ഹൂറുൽ ഈൻ ചൊല്ലത് ഫഇന്നമാ ഹുവ ഇൻദകി ദഖീലുൻ. ಅವನು ನಿಂದ ಮುಟ್ಟೋರ ಅತಿಥಿ ಮಾತ್ರ. ಚಂದ ತುಳೋಕ ನೀನು ಕೊರಿಯ ನಾಲ್ತೆ ನಿಂದ ಮುಟ್ಟ ಬಂದು ದೆಚ್ಚಿತ್ತಿಲ್ಲ ನಾವು, ನಿಂದವರ ಅತಿಥಿ ಮಾತ್ರ. ಏನೇ ಯೂಶಕು ಅನ್ ಯುಫಾರಕಕಿ, ಯೂಶಕು ಅನ್ ಯುಫಾರಿಕಕಿ ಇಲೈನಾ. ಕೊರಿಯ ನಾಲ್ಲು ಪಿನ್ನ ಅವನು ನಿಂದ ಮುಟ್ಟತ್ತ ಬುಟ್ಟು ಬಂಡಾನ್, ನಗಲ ಮುಟ್ಟ ಬಂಡ. ಇಲೈನಾ ನಗಲ ಮುಟ್ಟ ಅವನು ಬಂಡ. ನೀ ಕೊರಿಯ ನಾಲ್ತೆ ಪುದ್ರಾಕ പോകണ്ട നീ. ഹൂറുൽ ഈൻ സ്വർഗത്തെ അവന്റെ പെഞ്ഞൈമാർ ചൊല്ലുറാറ് ചെന്ന് ഇമാം തിർമിദി റഹിമഹുള്ള റിപ്പോർട്ടാക്കിയ ഈ ഹദീസിൽ ഞങ്ങളെ കണ്ടത് ഇതായിത്തിക്കർ ನಾನು ചൊന്തു ಬಂದത് ഒരു പെണ്ണായവളുgu ಅವಳ മാപ്പിളരൊട്ടികൊള്ള കൊറിയ ബാധ്യത. ഈ ബാധ്യത ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് എതിർല് വെച്ചിട്ട് ഒരു പെണ്ണായവള് അനുസരിച്ചിട്ട് ജീവനാക്കുറാളുണ്ടായെങ്കിൽ അങ്ങനെ ദാമ്പത്യ ജീവന അത് ചന്തത്തില് ഇൻഷാല്ലക്കും പോവാം. സഹോദരിമാരെ, ഇത് കഴിഞ്ഞിട്ട് റബ്ബറൊട്ടിಗೆ ഞങ്ങൾ എപ്പോഴും ദുആർക്കുന്നു, റബ്ബെ എൻ്റെ മാപ്പിളരെ അനുസരിച്ചിട്ട് ജീവനാക്കോ റബ്ബെ, നിനക്ക് തൗഫീഖ് താ. എൻ്റെ മാപ്പിളരും ഇതുപോലെ നീന് സ്വർഗത്തിൽ ഒട്ടിക്കൂട്ടു. അല്ലാഹു തആല ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ സഹോദരിമാർക്ക് അങ്ങനെ മാപ്പിളമാരെ അനുസരിച്ചിട്ട് ജീവനാക്ക അല്ലാഹു തആല ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് കൊടുക്കട്ടെ. അതേപോലെ അല്ലാഹു തആല എല്ലാ മുഅ്മിനത്തായ പെണ്ണുങ്ങളെ അങ്ങനെ ആ ദാമ്പത്യ ജീവന നല്ല രൂപത്തിൽ ഒരു ഫസാദും ഫിത്നും ഇല്ലാണ്ട് നല്ല രൂപത്തിൽ അങ്ങനെ ദാമ്പത്യ ജീവനത്തെ എതിർക്കുമ്പോൾ അല്ലാഹു ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് കൊടുക്കട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.